സ്വർണത്തോട് മലയാളികൾക്ക് എന്നും പ്രിയം തന്നെയാണ്. വജ്രം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ ഉണ്ടെങ്കിലൊക്കെ മലയാളികൾക്ക് എന്നും പ്രിയം സ്വർണത്തോട് തന്നെയാണ്. വില റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോഴും മഞ്ഞലോഹത്തെ കൈവിടാൻ ആരും ഒരുക്കമല്ല. വെറും ആഭരണം എന്നതിനുപുറം ഭാവിയിൽ മികച്ച ലാഭം തരാൻ കഴിയുന്ന നിക്ഷേപം കൂടിയാണ് സ്വർണം. എന്നാൽ ആഭരണം ഉൾപ്പെടെ സ്വർണം വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇപ്പോഴത്തെ വിലക്കുറവ് കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഇനിയും വില കുറയുമെന്നും ഉയരുമെന്നും പ്രവചനങ്ങൾ ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും ഒരുപാടാണ്. ഇതിനെല്ലാം മറുപടിയുമായി സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം, നമസ്കാരം. നമസ്കാരം. ശ്രീ അരുൺ മാർക്കോസ്, സ്വർണ്ണവിലയിലെ ഇപ്പോഴത്തെ ഒരു ചാഞ്ചാട്ടത്തെ താൽക്കാലിക കുറവ് അല്ലെങ്കിൽ താൽക്കാലികമായ ഉയർച്ചയോ എന്ന രീതിയിൽ നമുക്ക് കണ്ടാൽ മതിയോ? ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇത് താൽക്കാലികമായ ഒരു കുറവാണ്. ഈ കുറവ് കുറച്ച് ഒരു 1-2 മാസം കൂടി നിലനിൽക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം വീണ്ടും ഉയർന്ന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മുകളിലേക്ക്, അതായത് ഏറ്റവും കൂടിയ വിലയായി വന്നത് 1,31,000 സംതിങ് ആണ് ഒരു പവന് വന്നത്. അതിന് മുകളിലേക്ക് 1,50,000 മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ വിലയിലെ കുതിപ്പ് കണ്ട ഒരു സമയം കൂടിയായിരുന്നു ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി ഒക്കെ. 2026 തുടക്കത്തിലൊക്കെ അത്രത്തോളം ഞെട്ടിയിരുന്നു. കാരണം 1,31,000 നിന്നാണ് വെറും 20 ദിവസം കൊണ്ട് വില 1,13,000 എത്തിയിരിക്കുന്നത്. പവന് ഇനിയും വില കൂടുമോ എന്നൊരു ആശങ്കയുണ്ട്. അതിനിടയിൽ തന്നെ സ്വർണത്തിന് വില കുറയുമോ എന്ന് ചോദിച്ചവരുണ്ട്. ഈ വാങ്ങി വെച്ചവർ ഇപ്പോൾ തന്നെ വിറ്റൊഴിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കാറുണ്ട്. ഇത് തന്നെയാണോ ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്, അതോ ഇനിയും കാത്തിരിക്കണം? സ്വർണം അത്യാവശ്യമുണ്ട് സാഹചര്യത്തിലാണെങ്കിൽ മാത്രം വിറ്റഴിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു വിലക്കുറവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. ഇന്നലെ വൈകുന്നേരം ഇന്നലെ 2 തവണയായിട്ട് വില കുറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നിലവിൽ സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ഔൺസിന് ഡോളർ റേറ്റിൽ ഇന്ന് 4,930 വരെ റേറ്റ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ സ്വർണത്തിന്റെ റേറ്റിൽ 24 ക്യാരറ്റ് റേറ്റിൽ ഇന്നലത്തേനേക്കാൾ ഏകദേശം 80 രൂപയുടെ, ഇന്നലെ വൈകുന്നേരത്തേനേക്കാൾ 80 രൂപയുടെ കുറവാണ് നിലവിൽ കാണിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന ഡോളർ റേറ്റിലും ഏകദേശം 50 രൂപയിലധികം, 50-60 രൂപ കൂടി നിൽക്കുമ്പോഴും ഈ 24 ക്യാരറ്റ് റേറ്റ് ഇപ്പോൾ കുറവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സ്വർണം വിൽക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചും നമ്മൾക്ക് വില കുറഞ്ഞ റേറ്റിലേ എടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അത് എന്തിന്റെ ട്രെൻഡാണ് ഈ കാണിക്കുന്നത്? വീണ്ടും താഴേക്ക് വില കുറയും എന്നുള്ള ആശങ്ക കൊണ്ട് മാർക്കറ്റിൽ കുറവുണ്ടാകുന്നതാണോ എന്താണെന്ന് നിലവിൽ നമുക്ക് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നമ്മളെ ഒരു കൺഫ്യൂസ്ഡ് ആകുന്ന തരത്തിലാണ്. ഒരുപാട് എൻക്വയറീസ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രോപ്പറായിട്ട് റേറ്റ് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇങ്ങനെ രാവിലെ മുതൽ ഏകദേശം 80 രൂപയാണ്. ഇന്ന് നേരം വെളുത്തിട്ട് ഏകദേശം 60 രൂപ ടു 80 രൂപയുടെ കുറവ് തങ്കവിലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഈ സ്വർണ്ണവില വർദ്ധിക്കാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയ അളവിൽ തന്നെ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതാണ് നല്ലതെന്ന് എപ്പോഴും പറയുന്നുണ്ട്. കാരണം പവന്റെ വിലയിൽ വർധനവുണ്ടായാൽ അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ ഒരു വിധത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് സഹായിക്കുമല്ലേ. പക്ഷേ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളമാണ് ഗുണം ചെയ്യുക, അല്ലെങ്കിൽ അത് ദോഷമായിട്ട് മാത്രമാണോ എടുക്കാറുള്ളത്? വ്യാപാരികളെ സംബന്ധിച്ച് അത് ഗുണം ഒരു പരിധിവരെ സാധാരണഗതിയിൽ ചെയ്യാറുണ്ടായിരുന്നു ഈ അഡ്വാൻസ് ബുക്കിംഗ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യാപാരികളെ സംബന്ധിച്ച് ഒരു ആശങ്കയോടുകൂടി വേണം അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതിന്. കാരണം ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ വലിയ തോതിൽ വർദ്ധിക്കുകയും കുറയുമ്പോൾ അതുപോലെ തന്നെ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് എപ്പോഴും വ്യാപാരികളെ സംബന്ധിച്ച് അതൊരു ഭാരമാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വില കുറഞ്ഞു പോകുന്ന നല്ല സാഹചര്യമാണ്, അല്ലെങ്കിൽ ബിസിനസ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ അഡ്വാൻസ് ബുക്കിങ്ങിനെ സംബന്ധിച്ച് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ വലിയ തോതിൽ സ്വർണ്ണവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്തിരിക്കുന്ന ജ്വല്ലറികളൊക്കെ ഭീമമായ നഷ്ടത്തിലേക്ക് പോകും. തീർച്ചയായും ഈ ഒരു സ്വർണം മാത്രമല്ല, വെള്ളി എന്ന് പറയുന്നതും അസാധാരണമായ നേട്ടങ്ങളാണ് ഈ 2 ലോഹങ്ങളും നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് അല്ലേ. ഇന്ത്യൻ രൂപയുടെ കണക്കിൽ നോക്കുകയാണെങ്കിൽ സ്വർണ്ണവില 100% ഉയർന്നപ്പോൾ വെള്ളിയും ഏകദേശം 200% കുതിച്ചുയർന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും വെള്ളിക്കാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്നിരുന്നാലും നിലവിലെ വിപണി സാഹചര്യത്തിൽ മറ്റൊരു വലിയ മുന്നേറ്റത്തിനുള്ള സാധ്യത നൽകുന്നില്ല എന്ന് പറയുന്നുണ്ടോ? കാരണം ഈ വിദഗ്ധരഹിതവുമായി ബന്ധപ്പെട്ട് കുറേയധികം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞലോഹവും വെള്ളിലോഹവും തമ്മിലൊരു മത്സരം ഈ ഇടയായി വ്യാപാരത്ത് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം.
വെള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെള്ളി സമാനതകളില്ലാത്ത ഉയർച്ചയാണ് വെള്ളി വിലയിൽ നമുക്ക് കണ്ടത്. കഴിഞ്ഞ 1-2 മാസമായി ഏകദേശം 200% വർദ്ധിച്ച വെള്ളി വില. പക്ഷേ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അതെ, ഒരു കാര്യം കൂടെ, അതായത് സ്വർണത്തെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്വർണ്ണവിലയെ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്, പക്ഷേ അതിനൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണല്ലേ വെള്ളി. വെള്ളി വിലയും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന 2 പ്രശ്നമുണ്ട്. ഒന്ന്, വെള്ളി വില 200% വർദ്ധിച്ചിരുന്നു. ആ വർധനവ് കണ്ടിട്ട് അവസാന നിമിഷം വാങ്ങിയ ആളുകൾക്കൊക്കെ വലിയൊരു നഷ്ടം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഈ വെള്ളിയെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ്. 200% വർദ്ധിച്ച വെള്ളി വില ഏകദേശം 100%-ഓളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് 150 രൂപയ്ക്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ 130 രൂപ ഉണ്ടായിരുന്ന വെള്ളി വില 400-ലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഏകദേശം 3 ഇരട്ടിയോളം വില കൂടി. 3 ഇരട്ടിയോളം കൂടിയ വെള്ളി വില ഇപ്പോ 260, 270 എന്ന നിരക്കിലേക്ക് താഴേക്ക് പതിച്ചു. അതായത് ഏകദേശം 130 രൂപയോളം 1 ഗ്രാമിന് വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് സത്യത്തിൽ ഒരു വലിയ ഫോളാണ്. വലിയ രീതിയിലൊരു താഴേക്ക് വെള്ളി വില പതിച്ചപ്പോൾ ഈ വില കൂടിയ സമയത്ത് വാങ്ങിയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഭീമമായ നഷ്ടമുണ്ടായി. 1 ഗ്രാമിന് 400 രൂപ വെച്ച് 100 ഗ്രാം വെള്ളി വാങ്ങി വെച്ചിരുന്ന ആൾക്ക് അന്ന് ഏകദേശം 40,000 രൂപ ചെലവായി എന്ന് കണക്കാക്കാം. ഇപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ 27,000 രൂപ 26,000 രൂപയൊക്കെ ലഭിക്കുന്നുള്ളൂ. അതായത് 100 ഗ്രാം വെള്ളിയിൽ ഏകദേശം 13,000 രൂപയോളം നഷ്ടം സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭീമമായ നഷ്ടമാണ്. അത് 100 ഗ്രാം ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ്. ഒരുപാട് ആളുകൾ വില കുറവായതുകൊണ്ടും വില ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതും വളരെ വലിയ വെയിറ്റുകളിൽ വെള്ളി വാങ്ങി വെച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോ വളരെ വലിയ ആശങ്കയിലാണ്. ഇത് കൊടുത്താൽ ഇനി വില കുറയും, ഇനിയിപ്പോ സ്വർണ്ണവില കൂടുന്ന പോലെ ഇനിയും വരും മാസങ്ങളിൽ വെള്ളി വില കൂടുമോ എന്ന് പ്രത്യാശയോടുകൂടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അതാണ് വെള്ളി വിലയിൽ നിലവിലുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം. സ്വർണ്ണവിലയെ സംബന്ധിച്ച് സ്വർണ്ണവിലയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഇടിവ് വലിയ ഒരു ഇടിവെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ വെള്ളി വിലയിൽ ഉണ്ടായിരിക്കുന്നത് ഈ വലിയ തോതിലുള്ള ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിയാണ്. ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെയല്ലേ. കാരണം ഇപ്പോഴും 1 ലക്ഷത്തിൽ മുകളിൽ തന്നെ സ്വർണ്ണവില നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു വ്യാപാരി എന്ന നിലയിൽ താങ്കളെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു 1 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ സ്വർണ്ണവില ഭാവിയിൽ എത്തുമെന്ന്? പലപ്പോഴും ഓൺലൈൻ മീഡിയാസ് കാണുന്ന ഒരുപാട് ആളുകൾ നമ്മളോട് പറയുമായിരുന്നു സ്വർണ്ണവില വലിയ തോതിൽ കുറയും. കാരണം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോകള് ആളുകൾ അവിടെ ആഫ്രിക്കയില് സ്വർണ്ണമല കണ്ടെത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കുപ്രചരണങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾ വലിയ തോതിൽ വില ഇടിയും എന്നുള്ള ഒരു കണക്കൂട്ടലാണ് പൊതുജനത്തിനുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മളുടെ ഒരു കണക്കൂട്ടൽ പ്രകാരം 2025-ൽ ഏകദേശം 1 ലക്ഷം രൂപയോടടുത്ത് ഒരു വിലയിലേക്ക് എത്തുമെന്ന് നമ്മൾ ഇതിന്റെ മാർക്കറ്റ് വിശകലനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അതിനു മുകളിലേക്ക് ഈ 1.30 എന്നുള്ള നിലയിലേക്കൊക്കെ സ്വർണ്ണവില ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വലിയ ചേഞ്ചുകൾ ഉണ്ടാവുമെന്നൊന്നും ഞാനെന്നല്ല, നോർമലി ഒരു വ്യാപാരിയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് സത്യം. ഇപ്പോഴും നമ്മള് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്നലെ ഇപ്പൊ ഈ കുറവുണ്ടാകാൻ കാരണം ഇറാനും അമേരിക്കയുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നൊക്കെയാണ് ഇടക്കാലത്ത് സ്വർണ്ണവില കൂടുകയും ചെയ്തത്. അത് അവർ ഏകദേശം ഒരു കരാറിലേക്ക് എത്തുകയാണ്. പ്രശ്നങ്ങൾ ഒഴിവാകുന്ന തരത്തിൽ വേറെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്ത ഇന്നലെ വന്നിരുന്നു. അതിനെ തുടർന്നാണ് പെട്ടെന്ന് സ്വർണ്ണവിലയിൽ ഈ ഒരു ഡൗൺവേർഡ്സ് കാണിക്കുന്നത്. ഇത് ചിലപ്പോ 1-2 ദിവസം കൂടി വില താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനുശേഷമേ വീണ്ടും ഗ്രാജുവലി വില കൂടുന്ന ഒരു ട്രെൻഡിലേക്ക് എത്താനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ഒരു പ്രഡിക്ഷന്റെ കൂടെ തന്നെ 2 ലക്ഷം എന്നുള്ള ഒരു സംഖ്യ മുന്നിൽ നിൽക്കുകയാണല്ലേ. 2027 2 ലക്ഷം എന്നുള്ള തലത്തിലേക്കാണ് ചിന്തിക്കുന്നത്. ആ ഒരു ചർച്ച പോലും ഇപ്പോൾ സജീവമാണ്. അങ്ങനെ ഒരു ചർച്ച സജീവമായിട്ടുണ്ട്. 2026 അവസാനത്തോടു കൂടി 2026 പകുതിയിൽ 1.5 ലക്ഷം പിന്നിടുകയും 2026 അവസാനം 2027 ആദ്യമായി 2 ലക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തും എന്നുള്ള തരത്തിലൊക്കെ പല പ്രഡിക്ഷനുകൾ നടക്കുന്നുണ്ട്.
പക്ഷെ അതൊക്കെ എത്രത്തോളം ഫലവത്താവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുപോലെ വലിയ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെ എന്തെങ്കിലും ടെൻഷനുകൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ അതിനെ ആശ്രയിച്ച് കൂടുതൽ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ അത്രയും വലിയ ഒരു തരത്തിലേക്ക് സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. നിലവിൽ സാഹചര്യത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാൽ ഒരു 1.5 വരെയൊക്കെ ഈ പറയുന്ന ഈ വർഷം തന്നെ 1.5-ലൊക്കെ തിരിച്ച് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. തീർച്ചയായും ഇപ്പം നമ്മളടക്കം 1.5 എന്നൊക്കെ പറയുന്നത് എത്രത്തോളം എന്താ പറയുക, നമ്മളും അതുമായിട്ട് അഡ്മിറ്റ് ആയി അല്ലേ. ആ ഒരു തുക ഇത്രയാണ് എന്നത് നമുക്കും അതിൻ്റെ ആ ഒരു ചിന്താഗതിയിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഒരു സംശയം, ഈ സ്വർണ്ണവില കൂടുമ്പോൾ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ആഭരണ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇനി എന്ത് ചെയ്യും, 1 പവൻ അല്ലെങ്കിൽ 1 ഗ്രാമെങ്കിലും വാങ്ങാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നതാണ്. പക്ഷേ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ വില കൂടുന്നത് ഈ പറഞ്ഞതുപോലെ 2027 ആകുമ്പോഴത്തേക്കും 2 ലക്ഷം ആകുമെന്നൊക്കെ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ബിസിനസ് എന്ന തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് ലാഭമാണോ അതോ നിങ്ങൾക്കും ഞെട്ടലുണ്ടാക്കുന്ന അല്ലെങ്കിൽ നെഞ്ചെടുപ്പുണ്ടാക്കുന്ന വാർത്ത തന്നെയായിരിക്കുമോ? ഇപ്പോഴത്തെ ഈ വില തന്നെ നമ്മൾക്ക് ഞെട്ടലുണ്ടാക്കുന്നതും നെഞ്ചെടുപ്പ് കൂട്ടുന്നതുമായിട്ടുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് ഓരോ ദിവസവും വില കൂടുമ്പോഴും അതൊരു വ്യാപാരിയെ സംബന്ധിച്ച് അവന് വലിയ ലാഭം എന്ന തരത്തിൽ വിചാരിക്കാൻ സാധിക്കില്ല. കാരണം ബിസിനസ് നടന്നെങ്കിൽ മാത്രമേ ഈ ലാഭവും നഷ്ടവും നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഈ വില കൂടുമ്പോൾ നമ്മൾക്ക് നിലവിലുള്ള സ്വർണത്തിനും ആ വില കൂടുന്നുണ്ട്, നമ്മുടെ അസറ്റ് വാല്യൂ വർദ്ധിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. നമുക്ക് വേറെ വലിയ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ സ്വർണത്തിന് വർദ്ധിക്കുന്ന ഒക്കെ നമ്മൾക്ക് ഗുണകരമാകുന്നുണ്ട്. പക്ഷെ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ വില ഒരു മീഡിയം ലെവൽ, ഏകദേശം 1 ലക്ഷം രൂപയോട് അടുത്ത് ഒക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ ആളുകളൊക്കെ ഏകദേശം 1 ലക്ഷം എന്നുള്ള വില ഒരു വലിയ ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ സ്വർണത്തിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് ആവും ഏകദേശം 1 പവൻ എടുക്കണമെങ്കിൽ എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നമല്ല അവർക്ക്. ഇപ്പൊ 1.25 കൊടുക്കണമല്ലോ. ഏകദേശം ഒരു 1 ലക്ഷം രൂപയിലൊക്കെയാണ് സ്വർണ്ണവില നിൽക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ബിസിനസ് വർദ്ധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് എത്ര കണ്ട് ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്നുണ്ട്. സാമ്പത്തികമായി പുതിയ ഒരു ആഡോണുകളൊന്നും ആളുകൾക്ക് ലഭിക്കുന്നില്ല. ഇപ്പൊ ഒരു ജോലിയിലാണെങ്കിലും ഇപ്പൊ സർക്കാർ തലത്തിലാണെങ്കിലും ഒന്നും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള സാമ്പത്തിക ഇതൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് ബാധ്യതകൾ കൂടുകയാണ്. കാരണം പലതരത്തിലുള്ള എല്ലാ അവശ്യ സാധനങ്ങൾക്കും വില വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പകുതിയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ബിസിനസ് സ്വർണ്ണ വ്യാപാര മേഖലയിൽ നടക്കുന്നത്. സ്വർണ്ണ വ്യാപാര മേഖലയിൽ മാത്രമല്ല, കാരണം നമ്മൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആളുകളുമായിട്ട് വിവിധ കച്ചവടം നടത്തുന്ന വ്യാപാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ അവരൊക്കെ സമാന ആശങ്കകളാണ് പ്രകടിപ്പിക്കുന്നത്. സ്വർണ്ണ വിലയിലെ പ്രശ്നങ്ങൾ സ്വർണത്തിന് മാത്രമല്ല, എല്ലാ മേഖലയിലും മാന്ദ്യം വലിയ തോതിൽ കച്ചവടത്തിനുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കാരണം ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല, ചെലവുകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സൊക്കെ മെച്ചപ്പെടുകയുള്ളൂ. അതിനനുകൂലമായിട്ടുള്ള നീക്കങ്ങളൊക്കെ സർക്കാരുകളും അല്ലെങ്കിൽ ഇപ്പൊ പുതിയ സർക്കാർ വരികയാണെങ്കിൽ ആ പുതിയ സർക്കാർ വന്നെങ്കിലും അവരൊക്കെ ഈ വ്യാപാരത്തിന് അനുകൂലമായിട്ടുള്ള നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ കുറച്ചുകൂടി കേരളത്തെ വ്യാപാര സൗഹൃദമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ വ്യാപാരം കുറച്ചും കൂടി മെച്ചപ്പെടുകയുള്ളൂ. അത് വ്യാപാരികൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. വ്യാപാരികൾക്ക് പ്രയോജനമായാൽ അത് ഉറപ്പായിട്ടും വിപണിയിൽ മൊത്തത്തിൽ അത് പ്രതിഫലിക്കും, ആളുകളുടെ ഇടയ്ക്ക് ഒക്കെ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണാഭരണം വാങ്ങുന്ന ഒരു രീതിയിലും വലിയൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ. കാരണം ഇത്രയധികം വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും പാരമ്പര്യ ഡിസൈനൊക്കെ തിരഞ്ഞ ആളുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സ്വർണത്തിന് മുന്നേ ഉണ്ടായിരുന്ന, അതായത് കുറഞ്ഞ പൈസ ഉണ്ടായിരുന്ന സമയത്ത് പോലും ജ്വല്ലറിക്കാർ വാങ്ങുന്നത് കുറഞ്ഞ പണിക്കൂലി 5% ഈ സ്വർണ്ണവില ഉയർന്നതോടെ 5% എന്നത് വലിയ തുകയായി മാറിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ കൈകൊണ്ട് ആഭരണം നിർമ്മിക്കുന്ന രീതി ഇന്നുണ്ടോ? പഴയ പോലെ ആഭരണം കൈകൊണ്ട് നിർമ്മിക്കുന്നത് പഴയതിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഷീനറികൾ ഒരുപാട് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വന്നപ്പോൾ അതിനെയും ജുവലറിക്കാർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ വില
പണിക്കൂലിയിലൊക്കെ ശതമാനത്തിൽ വലിയ വർധന ഉണ്ടായി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അതിന് പ്രധാന കാരണം ഈ 24 ക്യാരറ്റിന് ഈ ആഗോളതലത്തിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഉണ്ടായേക്കുന്ന വിലയിലെ അന്തരമാണ്. ഇപ്പോ 15,000 രൂപയൊക്കെ വില വരുമ്പോ ഒരു നേരത്തെ 5% ഒക്കെ മേടിച്ചിരുന്ന സ്ഥാപനങ്ങൾ ആ ഒരു 5% മേടിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരു രൂപ പോലും അവർക്ക് ലാഭമായി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇതിപ്പോ വ്യാപാരികൾ മനഃപൂർവ്വം പണിക്കൂലിയിൽ ഒന്നും വർധന ഉണ്ടാക്കുന്നത് ഒന്നുമല്ല. അവര് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ സാധിക്കുള്ളൂ. ഈ വില വർധനവിനനുസരിച്ച് ആനുപാതികമായി അവർക്കും പെർസെന്റേജ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ 8ഉം 10ഉം അല്ലെ 10-ലധികം ശതമാനമൊക്കെ ത്തിനൊക്കെ ആളുകൾ വ്യാപാരികൾ സ്വർണം വിൽക്കുന്നത്. അത് അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്തി പോകുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവർ അമിതമായ ലാഭം എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന ഒരു കാര്യം അല്ല. അതായത് ഈ പറഞ്ഞത് വരുന്ന പോലെ തന്നെ 22 ക്യാരറ്റിനാണല്ലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ റേറ്റ് വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ 18 ക്യാരറ്റും 14 ക്യാരറ്റും 9 ക്യാരറ്റൊക്കെ ഇപ്പോൾ സ്വർണ്ണ പ്രേമികൾക്ക് അവരുടെ ഇടയിൽ സജീവമായി മാറിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിപണി മാറ്റം എങ്ങനെയാണ് ബിസിനസ് എന്ന തരത്തിൽ മാറുന്നത്? കാരണം 22 ക്യാരറ്റ് വിൽക്കുമ്പോഴാണ് കൂടുതൽ മെച്ചം ലഭിക്കുക. സ്വാഭാവികമായിട്ടും 18, 14, 9 ക്യാരറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അതിനെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 22 ക്യാരറ്റ് ആഭരണങ്ങൾ ജ്വല്ലറിക്കാരെ സംബന്ധിച്ച് വിൽക്കുന്നത്, അവരത് വിൽക്കാൻ താല്പര്യപ്പെടുന്നതിന്റെ ഒരു കാര്യം, തിരിച്ചു വരുമ്പോഴും അതിന് അത്യാവശ്യം മൂല്യം കൊടുക്കാൻ സാധിക്കും. ഉപഭോക്താക്കൾ ഹാപ്പിയാണ്. നമ്മളത് വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിന് കൃത്യമായ ഒരു വിപണി വില നൽകാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജ് രണ്ട് കൂട്ടർക്കുമുണ്ട്. അതായത് വ്യാപാരികൾക്കുമുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സംതൃപ്തി കസ്റ്റമേഴ്സിന് ലഭിക്കും. പക്ഷേ അതിന് താഴേക്ക് 18, 14, 9 ക്യാരറ്റിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വാങ്ങുമ്പോൾ വലിയ ഒരു ലാഭം ലഭിക്കത്തില്ല. കാരണം പണിക്കുറവൊക്കെ സാധാരണ 22 ക്യാരറ്റ് ആഭരണത്തേക്കാൾ വളരെയധികം കൂടുതലാണ്. പിന്നെ ഉള്ള പ്രശ്നം ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ റീറ്റെയിൽ വാല്യൂ ലഭിക്കുന്നതും അതിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് പണയം വയ്ക്കുന്നതിനൊക്കെ പല സ്ഥാപനങ്ങളും അതിന് ഇപ്പോഴും ഈ 916 അല്ലെങ്കിൽ 22 ക്യാരറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾക്കാണ് പണയ സ്ഥാപനങ്ങളും ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കി അല്ലാത്തതൊക്കെ എടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ പണയം വെക്കുമ്പോൾ വളരെ കുറഞ്ഞ തുക ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അതൊക്കെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. ആളുകൾ 18 ക്യാരറ്റ് ആഭരണങ്ങൾ തിരക്കി വരുന്നുണ്ട്. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 18 ക്യാരറ്റ് ആഭരണങ്ങൾ നൽകുന്നുമുണ്ട്. പക്ഷെ ഇത് ഭാവിയിൽ ഇത് തിരിച്ചു വിൽക്കാൻ വരുമ്പോൾ ഈ വിലയുടെ ഈ കുറവ് ഇത്രയും കുറയും എന്ന് പറയുമ്പോൾ അതിനെ ഈ കസ്റ്റമേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകും. കാര്യം ഇത്രയും വിലയാണ്, ഇത്രയും ലഭിക്കുള്ളൂ എന്ന് കാണുമ്പോൾ അവരതിനെ ഏത് തരത്തിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അതിനനുസരിച്ച് പാകപ്പെടുത്തിയാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആളുകൾ എപ്പോഴും ഏറ്റവും പ്യൂറായിട്ടുള്ള സ്വർണ്ണം വാങ്ങാനാണ് എന്ന ഒരു ഘടകം അവിടെ എത്രത്തോളമാണ് ഈ ആളുകൾ പയറ്റുന്നത്? കാരണം ഉപഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ഈ പണിക്കൂലിയിൽ ഒരു വ്യത്യാസം തന്നെയാണല്ലോ ചോദിക്കുക അല്ലേ? ഉപഭോക്താക്കൾ എപ്പോഴും കസ്റ്റമേഴ്സ് നമ്മളോട് വില പേശാറുണ്ട്. പക്ഷെ ഈ സ്വർണത്തെ സംബന്ധിച്ച് സ്വർണത്തിന് ഒരു ഫിക്സഡ് വാല്യൂ ഉള്ള ഒരു സാധനമാണ്. എപ്പോഴും കൃത്യമായ വില അതാത് സമയങ്ങളിൽ നെറ്റിൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന സംഭവമാണ്. തിരിച്ചു കൊടുത്താലും മൂല്യം ലഭിക്കുന്നതാണ്. അല്ലാത്ത ഒരു വസ്തു, ഒരു സാധനം പോലെ, ഒരു കച്ചവട സാധനം പോലെ സ്വർണത്തിനകത്ത് ഒരു വലിയ ബാർഗെയിനിങ് ഒന്നും സാധ്യമല്ല. പിന്നെ ചില വ്യാപാരികൾ വലിയ തോതിൽ പണിക്കൂലിയൊക്കെ കൂട്ടിയിടുന്ന വ്യാപാരികളെ സംബന്ധിച്ച് ഇങ്ങനെ ബാർഗെയിനിങ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൂടുതൽ സന്തോഷം വരുന്നതിൽ വലിയൊരു തുക കൂട്ടിയിട്ടിട്ട് ചെറിയൊരു തുക കുറച്ചു കൊടുക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു സന്തോഷം ലഭിക്കും. പക്ഷെ നോർമലി ഇടത്തരക്കാരായിട്ടുള്ള വ്യാപാരികളെ സംബന്ധിച്ച് അവര് അധിക ലാഭം എടുക്കാതെ തന്നെയാണ് വ്യാപാരം നടത്തുന്നത്. എന്നാലും ഈ ഒരു സമയത്ത് വ്യാപാരം മാന്ദ്യം വലിയ രീതിയിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് വ്യാപാരികൾ വലിയ ഒരു നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും ഈ ഒരു വ്യാപാര സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ, അല്ലെങ്കിൽ സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾ തുടങ്ങുമ്പോൾ നമ്മളെപ്പോൾ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ശ്രീ അരുൺ മാർക്കൂസിനോട് തന്നെയാണ് നമ്മൾ ചോദിച്ചു വരുന്നത്. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലേക്ക്, കാരണം ഇത്രത്തോളം റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ്, എങ്ങനെയാണ് സ്വർണ്ണ വ്യാപാരം അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കച്ചവടം നടത്താമെന്നൊരു പ്ലാനിങ് ഒക്കെ തുടങ്ങിയത്?
ഏകദേശം എന്റെ പിതാവിന് ഒരു 25-30 വർഷം മുന്നേ തൊട്ട് സ്വർണ്ണ വ്യാപാരവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 2010 അല്ലെ 2010 മുന്നേ 2000 തൊട്ട് ഞാൻ പപ്പയുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും 2010 ഒക്കെ ആയപ്പോഴാണ് സ്വന്തമായിട്ട് ഇത് ആരംഭിക്കണം എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുന്നത്. ആദ്യം ചെറിയ തോതിൽ ആയിരുന്നു നമ്മൾ ഇത് ചെയ്തിരുന്നത്. ആദ്യം പഴയ സ്വർണം പർച്ചേസ് ചെയ്യുന്ന തരത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഇതിലേക്ക് പതിയെ മാറ്റം വരികയാണ്. പിന്നെ ഈ സ്വർണ്ണ വ്യാപാര മേഖലയെ സംബന്ധിച്ച് ഇത് വലിയ റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറുകിട രീതിയിലാണ് നമ്മൾ ബിസിനസ്സുകൾ ചെയ്യുന്നത്. ആളുകൾക്ക് സാധാരണക്കാരെ ഉപഭോക്താക്കളാണ് കൂടുതൽ. അവർക്ക് പരമാവധി വില കുറച്ച് ഹോൾസെയിൽ റേറ്റിലൊക്കെയാണ് നമ്മൾ ആഭരണങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ വിൽക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് പരമാവധി വില നൽകാനായിട്ട് വിപണിയിൽ കൊടുക്കാവുന്ന പരമാവധി വില കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ഇപ്പോ ഏത് ജ്വല്ലറിയുടെ സ്വർണം വിൽക്കാനാണെങ്കിലും അതിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തന്നെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ ആളുകൾക്ക് എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതെടുത്ത് വിൽക്കുന്നതിന് നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകളോട് വളരെ അടുത്ത ബന്ധമുണ്ട്. 10-20 വർഷം മുന്നേ തൊട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മളെ തേടിയെത്താറുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു ഇത് അവർക്കും തിരിച്ച് നമ്മളിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിക്കുന്നതുകൊണ്ട് ആണ് ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പിന്നെ നമ്മളുടെ സ്റ്റാഫുകൾ എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ഈ ബിസിനസ് കുഴപ്പമില്ലാണ്ട് ഈ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും ആ ഒരു മെയിൻറ്റെയിൻ പവർ തന്നെയാണല്ലേ ഓരോ ഫീൽഡിലും ബിസിനസ് രംഗത്ത് പിടിച്ചു നിൽക്കേണ്ട ഒരു കരുത്ത് നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യാപാര രംഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ വെല്ലുവിളികൾ മുന്നിൽ കണ്ടിരുന്നു. വെല്ലുവിളികൾ എപ്പോഴും ഏത് ബിസിനസ് ചെറുതും വലുതുമായി ഏത് ബിസിനസ് ആണെങ്കിൽ നമ്മൾ വലിയ കോമ്പറ്റീഷൻ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള പല വേറെ വ്യാപാര സ്ഥാപനങ്ങൾ ഒക്കെ നമ്മളെ ആളുകളുടെ മുന്നിൽ പലതരത്തിൽ പറയും. സ്വർണത്തെ സംബന്ധിച്ച് ഒക്കെ പല ആക്ഷേപങ്ങളും ഒക്കെ ആദ്യഘട്ടത്തിലൊക്കെ ആളുകളൊക്കെ പലതും പറയുമായിരുന്നു. പക്ഷേ ആളുകൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമർക്ക് ആണ് പ്രൈം സാറ്റിസ്ഫൈഡ് ആവേണ്ടത്. അവർ വന്ന് നമ്മളുടെ ഒരു സാധനം വാങ്ങുമ്പോൾ അവര് തൃപ്തരാണ്. അവരത് തിരിച്ചു വിൽക്കുമ്പോഴും ന്യായമായ വില ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കസ്റ്റമർ തന്നെ മനസ്സിലാക്കും ഇവരെ വിശ്വസിക്കാം. ഇവരുടെ അടുത്ത് പോയാൽ ഒരു തരത്തിലും വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും വിശ്വസിച്ചെല്ലാം ഒരു തരത്തിലും അവർ കബളിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായാൽ ആ വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ്. ആ വിശ്വാസത്തെ ആ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് നമ്മൾ ബിസിനസിനെ കെട്ടിപ്പൊക്കിയാൽ നല്ല രീതിയിൽ ആ ബിസിനസ് ഉയരും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി ആണ് നമ്മളെ പോലുള്ള ചെറുകിടക്കാരായിട്ടുള്ള വ്യാപാരികളുടെ വളർച്ച. തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സംശയം കൂടെ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് സ്വർണ്ണ വ്യാപാരികൾ, ഇതൊരു ഉറക്കമില്ലാത്തൊരു ബിസിനസ് രംഗമാണ്, പലപ്പോഴും തലവേദനയായിരിക്കും. അങ്ങനെ ഉറക്കം കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും ഈ സ്വർണ്ണ വിലയിലെ ചാഞ്ചാട്ടവും കുതിച്ചു വരുന്ന വിലക്കയറ്റവും ഒക്കെ ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരുമ്പോൾ? സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടവും കുതിച്ചു കയറ്റവും താഴ്ത്തു പോകുന്നതും ഒക്കെ സംബന്ധിച്ച് നമ്മൾ അതിനെപ്പറ്റി വലിയ ആശങ്കപ്പെട്ടാൽ നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പരമാവധി മാർക്കറ്റ് പഠിച്ച് സ്വർണ്ണ വ്യാപാരം നടത്തുന്നുണ്ട്. എന്താണെങ്കിലും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിപണിയിലെ വിലയിൽ എപ്പോഴും ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലെ നേരത്തെ തന്നെ പാകപ്പെടുത്തിയാൽ നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളെ ആഭരണങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. വില ഇങ്ങനെ ഇത്ര കൂടി നിൽക്കുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതിനെയൊക്കെ അതിജീവിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഒരു തലവേദനയും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്താൽ നമ്മൾക്ക് ജനങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടും, നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ വളരും. അതിനകത്തൊരു ഇതുമില്ല. നമ്മൾ ഒരു തരത്തിലും നമ്മൾ ഇത്രയും വർഷമായി ഈ ബിസിനസ് നിലനിൽക്കുന്നു. സ്വർണം വാങ്ങാനായിട്ട് ഏത് ജ്വല്ലറിയുടെ സ്വർണം വിൽക്കാനുണ്ടെങ്കിലും നമ്മൾ വാങ്ങും.
നമ്മൾ പ്രോപ്പറായിട്ടൊരു വിലയും കൊടുക്കും. ഇപ്പോഴും ഈ മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. സ്വർണം വിൽക്കാൻ ഉണ്ടെങ്കിൽ വാങ്ങുന്നു പറഞ്ഞ് ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങി ആളുകൾ എത്തുമ്പോൾ അവരോട് പറയുന്ന വിലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത തരത്തിൽ വില നൽകുകയും സ്വർണത്തിന്റെ വെയിറ്റിൽ ഒരുപാട് കുറച്ചു നൽകുകയൊക്കെ ചെയ്യുന്ന വലിയ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മളെ പോലുള്ള ആളുകളോട് ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. കാരണം ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ ആളുകളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ദുഷ്പേര് കേൾപ്പിക്കുകയോ അങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയോ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വേറെ എന്ത് തരത്തിലുള്ള എന്ത് പരസ്യതന്ത്രങ്ങൾ ആരിറക്കിയാലും നമ്മൾക്കുള്ള ബിസിനസ് നമുക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് ഇത്രയും കൊല്ലത്തുനിന്നുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ട പാഠം. തീർച്ചയായും അത് തന്നെയായിരിക്കും മരിയ ഗോൾഡിലേക്ക് ഇത്രയധികം ആളുകളുടെ അല്ലേ അവർ താല്പര്യം കാണിക്കുന്നത്. ആ ഒരു വിശ്വാസ പാരമ്പര്യം അതൊക്കെ നിലനിർത്തുന്ന ഒരു ഘടകം തന്നെയാണല്ലോ. ഈ സ്വർണം വിവാഹ ദിനത്തിലേക്ക് മാത്രമായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന കുറേയധികം ആളുകൾ, അങ്ങനെ ജ്വല്ലറി വ്യാപാരികൾ സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് വേണ്ടി മരിയ ഗോൾഡ് ഒരുക്കുന്നത്? അതായത് നമ്മള് ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് സ്വർണം ക്രെഡിറ്റിലൊക്കെ നൽകിയിരുന്നു. പക്ഷെ ക്രെഡിറ്റ് നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരു സ്നേഹം ക്രെഡിറ്റ് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ആ പണം ചോദിക്കുമ്പോൾ ലഭിക്കുന്ന തിരിച്ച് നമ്മളോട് വളരെ ശത്രുതാ മനോഭാവത്തോടുകൂടി ഇടപെടുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ ഫേസ് ചെയ്തിരുന്നത്. അത് കാരണം ഇപ്പം നമ്മള് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ക്രെഡിറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതുകൊണ്ടുള്ള ബിസിനസ് നമുക്ക് ഒരു തരത്തിലും നേട്ടം ഉണ്ടാക്കില്ല. മുമ്പേ പറഞ്ഞതുപോലെ വൈകിട്ട് കിടന്നാൾ ഉറക്കം വരാഴിക അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന തരത്തിലേക്ക് പോകേണ്ട ഒരാവശ്യം നമുക്കില്ല. ബിസിനസ് നടന്നാലും നടന്നില്ലെങ്കിലും ഇപ്പൊ നമ്മളുടെ സ്വർണ്ണത്തിന് എപ്പോഴും ആ മൂല്യം നിൽക്കും. ഒരിക്കലും നശിച്ചു പോകുന്ന ഒരു വസ്തുവല്ല. ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് പരിചയം അല്ലെ ചെറിയ പരിചയമുള്ള ആളുകൾ വരും, നല്ല ബന്ധത്തിലിരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ ക്രെഡിറ്റ് ചോദിച്ച് ക്രെഡിറ്റ് കൊടുത്താൽ അന്ന് തൊട്ട് നമ്മൾ ഇവരുമായിട്ട് പിണങ്ങുന്ന തരത്തിലേക്ക് നമ്മൾ വളരെ മാന്യമായിട്ടായിരിക്കും ഇവരോട് പണം തിരികെ ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ അവരോട് കടം ചോദിക്കുന്ന തരത്തിലേക്ക് ഉള്ള രീതിയിലാണ് അവരുടെ നിന്ന് തിരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ആഭരണങ്ങൾ, ഇപ്പൊ റെന്റൽ ആഭരണങ്ങൾ എന്ന് പറയുന്നത് സ്വർണ്ണമല്ല റെന്റലായിട്ട് ഇപ്പൊ ജ്വല്ലറി ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പല കല്യാണങ്ങൾക്കും റെന്റൽ ജ്വല്ലറിയാണ് യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ റെന്റൽ ജ്വല്ലറി കൊടുക്കുന്നത് സ്വർണത്തിനോട് സമാനമായ ഭംഗിയും അതുപോലെ തന്നെ ഇരിക്കുന്ന അല്ലാതെ ഇമിറ്റേഷൻ ആഭരണങ്ങളാണ് കൊടുക്കുന്നത്. അതിന് എല്ലാ ജില്ലകളിലും സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ ചെറിയ റെന്റലില് ആണ് ആഭരണങ്ങൾ കൊടുക്കുന്നത്. അത് ഓക്കെയാണ്. പക്ഷെ സ്വർണ്ണ റെന്റലായിട്ട് കൊടുക്കുന്നതൊക്കെ വലിയ റിസ്ക് അല്ലേ? ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം പങ്കുവച്ചതിന് ശ്രീ അരുൺ മാർക്കോസ്. എന്തായാലും സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇപ്പോഴും കുറേയധികം സംശയങ്ങളൊക്കെ തന്നെയാണ് ബാക്കിയാകുന്നത്. എന്തായാലും ഇനിയും കുറേയധികം കാര്യങ്ങൾ കാരണം ചോദിച്ചറിയാനുണ്ട്. സ്വർണ്ണമാണ് എപ്പോഴും അതിൻ്റെ വില റെക്കോർഡ് കുതിപ്പിൽ നിന്നും ചിലപ്പോഴൊക്കെ താഴേക്ക് വരും. പക്ഷെ എന്നാലും മൂക്കും കുത്തി വീഴുന്നൊരവസ്ഥയില്ല. തുടർന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവിലയുടെ കുതിപ്പ്. ഇനിയും റെക്കോർഡുകൾ ഭേദിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.